നമസ്കാരം. ഞെട്ടിക്കുന്ന വാർത്തകളാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമല സന്നിധാനത്തെ ദ്വാരപാലകരുടെ തങ്കപ്പാളികൾ കാണാനില്ല എന്നുള്ളത് നേരത്തെ പുറത്തു വന്ന വിവാദമായിരുന്നു. അവിടെ ദ്വാരപാലകർക്ക് വേണ്ടി നിർമ്മിച്ചു നൽകിയ പീഠങ്ങൾ, ആ പീഠങ്ങൾ പിന്നീട് വെഞ്ഞാറമൂട്ടിലുള്ള ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു എന്നുള്ള വാർത്തകളും പുറത്തു വന്നു. ഇപ്പോൾ ഇതാ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു വെളിപ്പെടുത്തലും വന്നിരിക്കുകയാണ്. തട്ടാഴത്ത് കുടുംബം, അതായത് ശബരിമല ശ്രീകോവിലിലെ മൂലവിഗ്രഹം പഞ്ചലോഹത്തിൽ നിർമ്മിച്ചു നൽകിയത് ഈ കുടുംബമാണ്. ആ കുടുംബത്തിലെ മഹേഷ് പണിക്കർ ഏറ്റവും നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു. അതായത് 2019 മുമ്പ് വിജയ് മല്യ നിർമ്മിച്ച തങ്കപ്പാളികൾ നിർമ്മിച്ച പാളികളല്ല 2019 ചെന്നൈയിൽ അറ്റകുറ്റപ്പണികൾക്ക് കൊണ്ടുപോയ ശേഷം തിരികെ വരുമ്പോൾ ഉണ്ടായിരുന്നത്. ചെമ്പിന്റെ പുറത്ത് തങ്കപ്പാളികൾ പൊതിഞ്ഞ നിലയിലായിരുന്നു വിജയ് മല്യ ശ്രീകോവിലിനെ സ്വർണം പൊതിഞ്ഞു നൽകിയത്. എന്നാൽ 2019 സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് M പത്മകുമാറിന്റെ നിർദ്ദേശപ്രകാരം ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി യാതൊരു വിധത്തിലുള്ള രേഖകളോ അല്ലെങ്കിൽ കണക്കുകളോ ഒന്നും തന്നെ ഇല്ലാതെ ഈ സ്വർണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് തിരികെ കൊണ്ടുവന്നത് ഈ സ്വർണപ്പാളികളല്ല, തങ്കപ്പാളികളല്ല, മറിച്ച് അതേ മോൾഡിൽ സ്വർണം പൂശിയ ചില പാളികളാണ്. അതായത് ഈ സ്വർണപ്പാളികൾ എവിടെ വെച്ചോ ഇത് മാറ്റിയിരിക്കുന്നു. ഇത് സ്വർണം വിറ്റ് പണം നേടാൻ മാത്രമല്ല എന്നാണ് മഹേഷ് പണിക്കർ പറയുന്നത്. ഭഗവാന്റെ മുന്നിൽ വർഷങ്ങളോളം ഇരുന്ന സ്വർണമാണ്. അപ്പോൾ ഇത് വീട്ടിൽ വെച്ചാൽ ഐശ്വര്യമുണ്ടാകുമെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കും. അങ്ങനെ സാമ്പത്തികമുള്ള വലിയ കോടീശ്വരന്മാർ ഇത് വിശ്വസിക്കുകയും കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഈ സ്വർണം, ഭഗവാന്റെ മുന്നിൽ വർഷങ്ങളോളം ഇരുന്ന ഈ സ്വർണം വാങ്ങുകയും ചെയ്യും. അപ്പോൾ ഒരു വിശ്വാസ തട്ടിപ്പ് കൂടി ശബരിമലയിലെ മറവിൽ നടത്തിയിരിക്കുകയാണ്. ഇതിന് പിന്നിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ആണോ എന്നുള്ള അന്വേഷണമാണ് ഇപ്പോൾ ശബരിമല വിജിലൻസ് നടത്തുന്നത്. ഏറ്റവും സുപ്രധാനമായ ചില കണ്ടെത്തലുകൾ ഇപ്പോൾ ശബരിമലയിലെ വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണം, തങ്കം, അതുപോലെ മറ്റ് വൈഡൂര്യങ്ങൾ, രത്നങ്ങൾ അടക്കമുള്ള അമൂല്യമായ വിലപിടിപ്പുള്ള വസ്തുക്കൾ പോലും കൃത്യമായ രജിസ്റ്ററുകളിലോ മഹസറുകളിലോ എഴുതിയല്ല സൂക്ഷിച്ചിരിക്കുന്നത്. ഈ സ്വർണവും സ്വർണ്ണ ആഭരണങ്ങളും മറ്റ് സ്വർണ്ണ നാണയങ്ങളും ഒക്കെ തന്നെ ചാക്കിൽ അലക്ഷ്യമായി കെട്ടി സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇതിനു മുൻപ് ഇവിടെ മോഷണം നടന്നിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. എന്തൊക്കെയാണ് ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ ഉള്ളത് എന്നത് ആർക്കും അറിയില്ല. അപ്പോൾ എങ്ങനെയാണ് അവിടെ ഒരു സാധനം കാണാതെ പോയാൽ മനസ്സിലാക്കാൻ പറ്റുക എന്ന ചോദ്യമാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പോലും ഉന്നയിച്ചിരിക്കുന്നത്. ശബരിമല ചില ആളുകൾക്ക് കൈയിട്ട് വരാനും കൊള്ളയടിക്കാനുമുള്ള ഇടമായി മാറിയിരിക്കുന്നു. എന്തൊരു ഗതികേടെന്ന് ഓർക്കണം. ഭക്തന്മാർ വർഷങ്ങളായി കോടികൾ കണക്കിന് രൂപയുടെ സ്വർണവും രത്നങ്ങളുമാണ് ശബരിമല സന്നിധാനത്തേക്ക് നേർച്ചയായി നൽകുന്നത്. അതിനൊക്കെ കൃത്യമായ ഒരു കണക്ക് ഈ ശബരിമലയിലെ ദേവസ്വം ബോർഡിന്റെ പക്കലില്ല എന്നുള്ളത് എത്രത്തോളം നിരുത്തരവാദപരമായിട്ടാണ് ഈ ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രത്തെ ഭരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇപ്പോൾ ഇതാ ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ആ സ്വർണ്ണപ്പാളി കാണാതെ പോയതിനെ കുറിച്ച് ഒരു വിവരവും പുറത്തു വരില്ലായിരുന്നു. 4 കിലോ സ്വർണം കാണാതെ പോയി. അതും ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെയാണ് ആ വിഷയം പുറത്തു വന്നത്. ഈ ദ്വാരപാലകരുടെ പീഠം, ആ പീഠം കാണാതെ പോയി. പിന്നീട് ഇത് സ്പോൺസർ ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ലഭിച്ചത്. അപ്പോൾ ഈ ശബരിമല സന്നിധാനത്ത് നിന്ന് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതിനൊരു കണക്കില്ല, തിരികെ കൊണ്ടുവരുന്നതിനൊരു പരിശോധനയില്ല, ഇവ കൃത്യമായി രേഖപ്പെടുത്തുന്നില്ല. അപ്പോൾ ശബരിമല ചുരുക്കത്തിൽ പറഞ്ഞാൽ ചില രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കൊള്ളയടിക്കുന്നതിനും അവിടുന്ന് കൈയിട്ട് വാരുന്നതിനുമുള്ള ഒരു ഇടമായിട്ട് മാത്രമാണ് ഇപ്പോൾ ഈ സർക്കാർ കാണുന്നത്. ഇവിടെയാണ് കാലങ്ങളായി അയ്യപ്പ ഭക്തരും അതുപോലെ തന്നെ ഹൈന്ദവ സംഘടനകളും ആവശ്യപ്പെടുന്നത് ക്ഷേത്രം വിശ്വാസികൾക്കുള്ളതാണ്. ശബരിമലയിലെ ഭരണം സർക്കാരിൽ നിന്ന് ഹൈന്ദവ സംഘടനകൾക്ക് അല്ലെങ്കിൽ വിശ്വാസി സമൂഹത്തിന് നൽകണം. സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ഇത് കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണം. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഒരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായി മാറ്റണം. അല്ലെങ്കിൽ ഈ കൊള്ള തുടരുകയാണെങ്കിൽ ശബരിമല സന്നിധാനത്തെ ശബരീശന്റെ വിഗ്രഹം പോലും അടിച്ചു മാറ്റി അത് ചെമ്പ് വിഗ്രഹം തിരികെ കൊണ്ടുവയ്ക്കും. പഞ്ചലോക വിഗ്രഹം പോലും വേണമെങ്കിൽ ഈ കാട്ടുകള്ളന്മാർ അടിച്ചു മാറ്റുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.